ലോകപ്രശസ്തമായ ഒഡീസി എന്ന നോവൽ ഹോമർ എഴുതിയിട്ടുള്ള അതിന്റെ ഗംഭീരമായ വിഷ്വൽ ട്രീറ്റ് ആണ് ദ ഒഡീസി എന്ന് പറയുന്ന സിനിമ നമുക്ക് വേണ്ടി നമ്മുടെ ക്രാഫ്റ്റ്മാനായ ക്രിസ്റ്റഫർ നോളൻ ഒരുക്കിയിട്ടുള്ളത്. അതിഗംഭീര വിഷ്വൽ ട്രീറ്റ് എന്ന് തന്നെ പറയാവുന്ന ഒരു ഗംഭീര പടം. മാഗ്നം ഒപ്പസ് എന്നൊരു വാക്ക് മാത്രമേ ഇതിന് പറയാൻ പറ്റുള്ളൂ. ക്രിസ്റ്റഫർ നോളൻ അത്രയും ഗംഭീരമായിട്ടാണ് അത് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒഡീസി എന്ന ട്രോജൻ യുദ്ധം 10 വർഷത്തെ നീളുന്ന യുദ്ധം കഴിഞ്ഞ് തിരിച്ച് തന്റെ നാട്ടിലേക്ക് വരുന്ന ഒഡീസി, പക്ഷേ വഴിയിൽ തന്നെ കാത്തിരുന്ന അപകടങ്ങളും എല്ലാം തരണം ചെയ്ത് എങ്ങനെ എത്തി, എന്ത് സംഭവിച്ചു തുടങ്ങിയ, രാജ്യത്തിന് എന്ത് സംഭവിച്ചു തുടങ്ങിയ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു ചിത്രമാണ് ദ ഒഡീസി എന്ന് പറയുന്നത്. അത്രയും ആ ഒരു ആകാംക്ഷ നമ്മുടെ സ്ക്രീനിൽ ഭയങ്കര ഗംഭീരമായിട്ട് വിഷ്വൽ എഫക്റ്റോടെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് ക്രിസ്റ്റഫർ നോളന്റെ തന്നെ ഇതാണ്. പുള്ളിയുടെ അത്രയും ഗംഭീരമായ ഡയറക്ഷൻ ആൻഡ് മാറ്റ് ഡേമന്റെ അതിഗംഭീരമായ പെർഫോമൻസും കൂടെ നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഒരു നോർമൽ, ഞാൻ ഈ ബുക്ക് വായിച്ചവർക്ക് അറിയാം അതിന്റെ ഒരു എഫക്റ്റ്, പക്ഷെ വായിക്കാത്തവർക്ക് പോലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് സിനിമ എടുത്തിട്ടുള്ളത്. നോൺ ലീഡർ ആണെങ്കിൽ പോലും ഇതില് തുടക്കത്തിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു യുദ്ധവും മറ്റു സംഭവങ്ങളൊക്കെ ആയിരിക്കും എന്നാണ്. പക്ഷെ ഒരു ഫാന്റസി അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ടൈപ്പ് ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അതൊക്കെ ഗംഭീര വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല സ്ക്രീനിൽ അല്ലെങ്കിൽ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു തിയേറ്റർ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ പോയി കാണണം, എങ്കിൽ മാത്രമേ ഇതിന്റെ പൂർണ്ണമായി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒഡീസി ഞാൻ പറഞ്ഞ പോലെ നമുക്കറിയാം, ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ആ വഴിയിൽ ഓരോ ദ്വീപിലേക്ക് എത്തുമ്പോഴും പുള്ളി ജീവിതത്തിൽ അനുഭവിക്കാത്ത കുറെ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരികയാണ്. പല പല തടസ്സങ്ങൾ, ഓരോ തന്നെ കാത്തിരിക്കുന്ന അപകടങ്ങളെല്ലാം തരണം ചെയ്ത് ഒഡീസി എങ്ങനെ തന്റെ രാജ്യത്ത് തിരിച്ചെത്തി, അതുവരെ രാജ്യം എങ്ങനെ അവിടെ നിലനിന്നു എന്നൊക്കെ പറയുന്ന ഒരു നല്ലൊരു സ്റ്റോറി അത് ഗംഭീരമായിട്ടുള്ള വിഷ്വലിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ് നോളൻ. ഞാൻ പറഞ്ഞ പോലെ പുള്ളിയുടെ മറ്റു പടങ്ങളെക്കാൾ അപേക്ഷിച്ച് ഇത് എല്ലാവർക്കും മനസ്സിലാകും. സിനിമയുടെ കഥയും മറ്റും കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാകും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ക്ലൈമാക്സിനോട്ട് അടുക്കുന്ന രംഗങ്ങളാണ്. ആ ക്യാരക്ടറിനെ വളരെ നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്ത് നല്ല സ്വാഗിഷ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് നോളൻ. കാരണം അവസാനമൊക്കെ നമുക്ക് ആ എലിവേറ്റ് ചെയ്ത് ഭയങ്കര സ്വാഗ് നമുക്ക് ഫീൽ ചെയ്യുക ആ ക്യാരക്ടറിന്. അത് സൂപ്പറായിട്ട് തന്നെ പുള്ളി അവതരിപ്പിച്ചിട്ടുണ്ട്. പുള്ളിക്ക് ഒരു മാസ് അപ്പീലൊക്കെ നമുക്ക് തോന്നും. നമ്മുടെ ഇന്ത്യൻ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഒരു മാസ് അപ്പീലൊക്കെ തോന്നുന്ന തരത്തിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഓർഡിനറി എന്ന് തന്നെ പറയാവുന്ന ഒരു സിനിമയാണ്. നിങ്ങൾ ഇത് മിസ് ചെയ്യരുത്. തീർച്ചയായും തിയേറ്റർ വാച്ച് മസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ദ ഒഡീസി എന്ന് പറയുന്നത്. മറ്റ് ടെക്നിക്കൽ വിഷയങ്ങളെല്ലാം, ഇങ്ങനെയൊരു സിനിമ എങ്ങനെ പുള്ളി, നമുക്കറിയാം പുള്ളിയുടെ മറ്റു പടങ്ങളും അറിയാം, ബട്ട് എന്നാലും ഒരു അതിശയം നിറഞ്ഞ ഒരു ഇതോടെ തന്നെ നമുക്ക് ഈ സിനിമ കാണാൻ പറ്റും. സിനിമ ഒരു 3 മണിക്കൂറിനടുത്ത് ദൈർഘ്യമുണ്ട്. ഈ സിനിമ പതിയെ തന്നെയാണ് സ്ലോ ബേൺ ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ വലിയ ലാഗൊന്നും ഫീൽ ചെയ്തില്ല. എസ്പെഷ്യലി ആ പുള്ളി തിരിച്ച് നാട്ടിലോട്ട് വരുന്ന അതിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദ്വീപിലൊക്കെ പോയിട്ട് അതൊക്കെ ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. അതിഗംഭീരം തന്നെയായിരുന്നു. പിന്നീട് രണ്ടാം പാതിയിലോട്ട് വരുമ്പോൾ പൂർണ്ണമായിട്ടും സ്റ്റോറി ബേസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ പുള്ളിയുടെ പെർഫോമൻസ് ആണെങ്കിലും നായകന്റെ പെർഫോമൻസ് വെച്ചും ആ സിനിമയുടെ ഒരു ഡെപ്ത് നമുക്ക് ഭയങ്കരമായി ഫീൽ ചെയ്യിക്കാനും നോളന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു പടമാണ് ദ ഒഡീസി. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം.